റിയാൻ പോയ വഴിയൊന്ന് നോക്കിയ ശേഷം ലച്ചു മുകളിലേക്ക് നടന്നു. അവിടെ നിന്നല്ല അവനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും കേൾക്കേണ്ടി വരും. ഒടുവിൽ അവസാനത്തെ തീരുമാനം എന്ന നിലയ്ക്ക് അവളുടെ നേരെ ആ കണ്ണുകൾ ഓരോന്നും വരും. അതിൽ അഭിപ്രായം പറയാതെ നിന്നാൽ അതൊരു അഹങ്കാരവും ധിക്കാരവും ഒക്കെ ആകും. എന്തിനാണ് അതിനൊരു അവസരമുണ്ടാക്കി കൊടുക്കുന്നത്? മാധവ, എന്താ നിന്റെ തീരുമാനം? മാധവന്റെ ഏട്ടൻ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഇതിൽ ഇനി എന്ത് തീരുമാനിക്കാൻ? എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോകുന്നതിൽ വലിയ താല്പര്യമില്ല. നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ലക്ഷ്യം മുകളിലേക്ക് പോകുമ്പോൾ കേട്ടത് അതാണ്. അവളൊന്ന് മാധവനെ തിരിഞ്ഞു നോക്കി. വെറുതെയെങ്കിലും ലച്ചുവിന്റെ അഭിപ്രായം ചോദിച്ച ശേഷം ഒരു തീരുമാനം പറയാമെന്ന് അയാൾ പറഞ്ഞില്ലല്ലോ. ഹരി പറയുമായിരിക്കും. അവൻ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയത്. ഇനി ഈ ബന്ധം അവസാനിപ്പിക്കുമ്പോഴും അവൻ ആ തീരുമാനം ചോദിക്കും. പിന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗത്തിൽ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ച് ലോക്കാക്കി ബെഡിലേക്ക് കിടന്നു. ആലോചിച്ചാൽ ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. എല്ലാരും ഇപ്പോ ഈ ബന്ധത്തിന് എതിരാണ്. ഇവരെയൊക്കെ എതിർത്തുകൊണ്ടൊരു ജീവിതം, അതും കുടുംബം മൊത്ത് വീർക്കുന്ന ഒരാളുടെ കൂടെ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. വല്യച്ഛന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കേട്ട അവന്റെ സ്വരവും ആറ്റിറ്റ്യൂഡും ഒക്കെ അവളൊന്ന് ആലോചിച്ചു. അഹങ്കാരിയാണ്, ഒന്നിനെയും പേടിയില്ല, ബഹുമാനവും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു ഭാര്യ വീട്ടിൽ വന്നാൽ സംസാരിക്കേണ്ടത്? ഇതുപോലെയാണോ അവിടെയുള്ളവരോട് സംസാരിക്കേണ്ടത്? അച്ഛനൊക്കെ എന്താണ് പറഞ്ഞത്? ഓരോന്നും ആലോചിച്ചുകൊണ്ട് ലക്ഷ്യം മലർന്ന് കിടന്നു. ആരെങ്കിലും എന്താണ് നിന്റെ തീരുമാനമെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ മനസ്സ് കിടന്ന് കുത്തി മറയുകയാണെന്നോ? 2 ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. ആ 2 ദിവസം കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയോ? ഇല്ല, കഴിയുമായിരിക്കില്ല. ഇതുപോലെ തന്നെയാകും. ഇന്നെല്ലാവർക്കും മുന്നിലും മൗനം പാലിക്കുന്നത് പോലെ, അവരൊന്നും പറയുന്നത് കേൾക്കാത്ത പോലെ നടക്കുമ്പോഴും 2 ദിവസം കഴിഞ്ഞാൽ എന്ത് മറുപടി എടുത്താലും അറിയിക്കണമെന്ന് പറഞ്ഞവനോട് എന്തു പറയും? അതാണ് പേടി. അതാലോചിക്കുമ്പോൾ തന്നെ ശരീരം വിറയ്ക്കുന്ന പോലെ. എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം? അല്ലെ, വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പരീക്ഷിക്കേണ്ടിയിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലച്ചു! വല്യമ്മയുടെ ശബ്ദം. ലച്ചു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. വാതിൽ പോയി തുറന്നതും വല്യമ്മ അകത്തേക്ക് കയറി. ലച്ചു അവരെ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. എന്റെ കുട്ടിയാകെ കുഴഞ്ഞുപോയി അല്ലേ? വല്യമ്മ അവളെ അടുത്ത് ബെഡിലിരുന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അവരുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. എന്തു പറഞ്ഞു തരുന്നതും മനസ്സിലാക്കി തരുന്നതുമൊക്കെ വല്യമ്മയാണ്. ആ സ്നേഹമെന്നും അവൾക്ക് അവരോടുമുണ്ട്. അവരൊക്കെ അവനോടുള്ള വാശിയിലാണ്. എന്തിനാ അവനോട് വാശി? അവൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. പിന്നെന്താ ഇവരുടെയൊക്കെ പ്രശ്നം? നെഞ്ചിൽ ചാരിയിരിക്കുന്നവളുടെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ട് അവർ പറയുമ്പോഴും ലച്ചു ഒന്നും മിണ്ടിയില്ല. അവരെ കേട്ടിരുന്നു. അവൻ മര്യാദയില്ലാതെ പെരുമാറിയതാണ് ഇവിടെയുള്ളവർക്ക് പഴിച്ചത്. എന്തൊരഹങ്കാരമാണ് അവന്! ആരെയും തെറ്റു പറയാനും പറ്റില്ല. പക്ഷെ ബന്ധം വേണ്ടെന്ന് വെക്കാനാണ് എല്ലാവരുടെയും തീരുമാനം, നിന്റെ ഏട്ടന്റെ അടക്കം. അവസാനത്തെ വാക്കുകൾ അവർ പറഞ്ഞത് ഓർത്തപ്പോൾ ലച്ചു മുഖമുയർത്തി അവരെ നിന്ന് നോക്കി. പേടികൊണ്ടാകും ഇത്രയും ദേഷ്യവും അഹങ്കാരവും ഒക്കെ ഉള്ളവരുത്തിന് നിന്നെ കൊടുക്കുകയെന്ന് പറയുമ്പോൾ അവർക്ക് പേടിയുണ്ടാകും. വല്യമ്മ പറഞ്ഞതും ലച്ചു അവരിൽ നിന്ന് മകന്നു മാറി മുഖം അമർത്തി തുടച്ചു. ശരിയാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു അവന്റെ പെർഫോമൻസ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. നീ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം. നിന്റെ ജീവിതമല്ലേ മോളെ, അതിങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്തുകൂടാ. വല്യമ്മ പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു. എത്ര തവണയാണ് വല്യമ്മയും മനസ്സുകൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും ആയിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല, ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ്. എന്റെ കുടുംബത്തെ മുഴുവനും എതിർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കണമെന്നാണോ വല്യമ്മ പറയുന്നത്? അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടോ വല്യമ്മേ? ഇപ്പൊ കരയുമെന്നത് പോലെ ഒരു ചോദ്യം. വല്യമ്മയ്ക്ക് പാവം തോന്നി. ഒന്നിനോടും വാശിയും ദേഷ്യമോ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് ലച്ചു. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഹരി അവളെ അങ്ങനെയാണ് വളർത്തി വലുതാക്കിയിരിക്കുന്നത്. പൊതിഞ്ഞു പിടിച്ചും സ്നേഹിച്ച് പുന്നരിച്ചും അവന്റെ തണലിൽ മാത്രം കഴിയാൻ പാകത്തിനാണ് അവൻ വളർത്തിയെടുത്തിരിക്കുന്നത്. അവന്റെ വൃത്തിയും വീർപ്പും അവന്റെ അടുക്കും ചിട്ടയും എല്ലാം അതുപോലെ അവൾക്കും പകർന്നു കൊടുത്തിട്ടാണ് അവളെ വളർത്തിയെടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിന് നിനക്ക് കഴിയില്ലെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. നിന്റെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം അത് നീ എല്ലാവർക്കും മുന്നിലും പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കെടുക്കാൻ കഴിയുന്നില്ല വല്യമ്മേ. ഇന്ന് വരെ ഒറ്റയ്ക്കൊരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു തീരുമാനമെടുത്ത് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കൈ പിടിക്കാൻ ആരും കാണില്ല. എനിക്ക് പേടിയാ വല്യമ്മേ. ഞാൻ ഒറ്റയ്ക്കാവോ? ലച്ചു പറയുമ്പോൾ വല്യമ്മ ശരിക്കും ഞെട്ടി. അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത്! ഭാവിയിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വരെ അവൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ലച്ചു! വല്യമ്മ അവളെ ചുമലിൽ കൈവച്ചു. ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. അവൾ എന്ത് ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യുമെന്ന് അറിയാം.
ഇതുപോലെ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ആലോചിക്കുമ്പോൾ തലയ്ക്കൊരു മരപ്പ. ഈ കുടുംബം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് അവൻ്റെ കൂടെ നീ പോകണമെന്ന് എല്ലാവരും പറഞ്ഞാൽ സന്തോഷമായിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. പക്ഷെ ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. ആ പറഞ്ഞ വാക്കുകളിൽ സങ്കടമില്ലേ? ഉണ്ട്, പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞാ നീ അവൻ്റെ കൂടെ പോവേണ്ടെന്ന് എല്ലാവരും പറഞ്ഞാ അത് നീ സന്തോഷത്തോടെ സ്വീകരിക്കുവോ? ലച്ചു പറഞ്ഞതിന് നേരെ വിപരീതമായ ഒരു ചോദ്യം വലിയമ്മ തിരിച്ചു ചോദിച്ചു. ലച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. ശേഷം നോട്ടം മാറ്റി. അതിനൊരു മറുപടി അവളുടെ കയ്യിലില്ല. എന്നാലും ഒന്നറിയാം, സന്തോഷത്തോടെ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് കാണും കഴുത്തിൽ കിടക്കുന്ന താലിയോടുള്ള ബഹുമാനം ഒന്നു തന്നെയാവാം. പറയാൻ വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും ഇന്നവരെ ആരോടും തോന്നാത്ത ഒരിഷ്ടം ആ മുഖത്തോട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. ലച്ചുവിന്റെ മറുപടി വല്യമ്മ മാത്രമായിരുന്നില്ല കാത്തിരുന്നത്. ആ വാതിലിനപ്പുറം അവളുടെ മറുപടിക്കായി ഹരിയും കാത്തു നിന്നിരുന്നു. അവളുടെ മൗനത്തിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവൻ മുന്നോട്ട് നടന്നു. റയാൻഷിന്റെ മുന്നിൽ തോൽക്കേണ്ടി വരുമോ എന്നൊരു ചിന്തയോടെ. നിന്റെ പെങ്ങളെ നിനക്ക് കണി കാണാൻ കിട്ടില്ല. ഹരി വീട്ടിൽ മലർന്നു കിടക്കുകയാണ്. റൂമിൽ ലൈറ്റില്ല, ആകെ ഇരുട്ടാണ്. ആ ഇരുട്ട് പോലെ ആകുമോ ഇനിയുള്ള അവന്റെ ജീവിതമെന്ന് അവൻ ആലോചിച്ചു. ഈ ആലോചന വന്നപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. റയാൻഷ് കൃഷ്ണ, തന്റെ റോൾ മോഡൽ, മകളെ പോലെ സ്നേഹിച്ച പെങ്ങൾക്ക് അവനെ പോലെ ഒരു പാതി സന്തോഷമായിരുന്നു. കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, മാന്യമായി പെരുമാറ്റം, ഇന്നുവരെ മോശമായി ഒന്നും പറഞ്ഞത് കേട്ടിട്ടില്ല. പാർട്ടിക്ക് പേരിന് പോലും ഒരു സിപ്പടിക്കുന്നത് കണ്ടിട്ടില്ല. ആരോടും റോഡായി പെരുമാറിയിട്ടും കണ്ടിട്ടില്ല. അത്ര നല്ലവൻ. എല്ലാം മാറി മറിഞ്ഞത് അച്ഛന് തലതിരിഞ്ഞ ബുദ്ധിയിൽ. പ്രതീക്ഷിക്കാതെ അത് കേട്ടപ്പോൾ ഏതൊരു സഹോദരൻ ചെയ്യുന്നതല്ലേ താനും ചെയ്തത്. പക്ഷെ തോറ്റുപോയി. അങ്ങനെ ആയിരുന്നില്ല ചിന്തിക്കേണ്ടിയിരുന്നത്, അങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത്. സമാധാനത്തോടെ അച്ഛനെയും കുട്ടി അവിടെ പോയി സംസാരിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കണമായിരുന്നു. ചെയ്തില്ല, ചെയ്യാൻ അന്നേരം തോന്നിയതുമില്ല. ഇനി ആ ദിവസത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും തിരുത്തിയനെ. പക്ഷെ കഴിയില്ലല്ലോ, എല്ലാം കലങ്ങി മറിഞ്ഞില്ലേ. ഇനി ഈ ബന്ധം നടന്നാൽ എന്റെ പെങ്ങളെ പഴയതുപോലെ എനിക്ക് കിട്ടില്ല. ഈ ബന്ധം നടന്നില്ലെങ്കിലോ? അപ്പോൾ അവളെ പഴയതുപോലെ കിട്ടോ? അതുമില്ല. അവൾക്കൊരു താല്പര്യം ഈ ബന്ധത്തിൽ ഉണ്ടെന്ന് മനസ്സിലായി. ആ താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. താലി കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ താല്പര്യം കൂടിക്കാണും. കുറ്റം പറയാൻ പറ്റില്ല. ഭർത്താവ് എന്ന് പറയുന്നവൻ കഴിഞ്ഞാണ് ഇനി ഒരു സഹോദരന് സ്ഥാനമുള്ളൂ. ഹരിയുടെ കണ്ണ് കലങ്ങി. റയാൻഷിന് അവളെ കൊടുത്താൽ ഒന്ന് കാണാൻ പോലും എന്റെ പെങ്ങളെ എനിക്ക് കിട്ടില്ല. അത് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. ആ ഒരു ചിന്ത മാത്രം. ഉറപ്പായും ലച്ചുവിനോട് സംസാരിക്കണം. അവളോട് സംസാരിച്ച ശേഷം ഒരു തീരുമാനമെടുക്കണം. അത് തോൽക്കുന്നതോ ജയിക്കുന്നതോ ആവട്ടെ, അവളുടെ ഭാവി മാത്രം നോക്കിയാൽ മതി. അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. ഏട്ടാ. വാതിൽ തട്ടിയുള്ള ശബ്ദം. ഹരി കൺകൊണ്ടിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ലൈറ്റ് ഇട്ട ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ പോയി വാതിൽ തുറന്നു. മുന്നിൽ ലച്ചു. റയാൻഷ് വന്നു പോയതിനു ശേഷം അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. രണ്ടുപേരുടെയും മുറിയിലായിരുന്നു. ഏട്ടൻ കഴിക്കുന്നില്ലേ? ഹരിയുടെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയുള്ള അവളുടെ ചോദ്യം. അവനെന്ന് മൂളി. ഇല്ലെന്ന് പറഞ്ഞാ അതിനൊരു കാരണം വേണ്ടേ? അങ്ങനെ ഒരു കാരണവും കയ്യിലില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടുള്ള ചോദ്യം. പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാലുണ്ട്. അവളുടെ മനസ്സിലുള്ള അതേ പ്രശ്നം തന്നെയാണ്. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രശ്നം. ഹരി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് തിരിഞ്ഞു നടന്നു. പിന്നാലെ ലച്ചുവും അവന്റെ റൂമിലേക്ക് കയറി. ലച്ചുവിന്റെ മുറിയിലുള്ളതുപോലെ ഒരു ചുമര് നിറയെ അവളും അവനും നിറഞ്ഞ ചിത്രങ്ങളാണ്. ഹരി നേരെ സെറ്റിയിലിരുന്നു. തലയിൽ കൈ താങ്ങി കൈമുട്ട് കാലിൽ വെച്ച് തല താഴ്ത്തിയൊരു ഇരിപ്പ്. അവൻ വല്ലാതെ മാനസിക സംഘർഷത്തിലാണെന്ന് മനസ്സിലായതും ലച്ചു കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അവന്റെ അടുത്തിരുന്നു. ലച്ചുസേ. അവരുടെ ചിത്രങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന ലച്ചു ഹരിയുടെ ശബ്ദം കേട്ട് മുഖം ചേരിച്ച് അവനെ നോക്കി. ഹരി മുഖമുയർത്തി നേരിയിരുന്നു. ശേഷം ലച്ചുവിന്റെ രണ്ട് കൈയും അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു വെച്ചു. നിനക്ക് അവനെ വേണോ? വേണോ? ആ ചോദ്യത്തിൽ തന്നെ ഒരു വേണ്ടായില്ലേ? ഉണ്ട്, വേണ്ടായികയുണ്ട്. ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ അംഗീകരിക്കും. അവനെ വേണമെന്നാണെങ്കിലും വേണ്ടെന്നാണെങ്കിലും ഞാൻ അംഗീകരിക്കും. നിന്റെ ജീവിതമാണ്. എന്താണോ നിന്റെ തീരുമാനം അതിനാണ് ഇവിടെ പ്രധാനം. നീ പറഞ്ഞോ, നിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞോ. ഹരി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി വാക്കുകൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ നോക്കിയിരുന്നു. പക്ഷേ ലച്ചു എന്തോ പറയാൻ വന്നതും ഹരി അവളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റി മുന്നിലേക്ക് നോക്കി. ലച്ചുവിന്റെ മുഖം ചുളിഞ്ഞു. ആ പക്ഷിയിൽ എന്തോ ഉണ്ട്. അവന് നിന്നെ ഭാര്യയെ കിട്ടിയാൽ പിന്നെ ഞാനും നീയും തമ്മിൽ കാണിക്കില്ലവൻ. ഹരി പറഞ്ഞു നിർത്തിയതും ലച്ചു ഞെട്ടൽ കലർന്ന മുഖഭാവത്തിൽ അവനെ നോക്കി. ആ പറഞ്ഞത് അവൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല. അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്?
ലച്ചു ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഈ ബന്ധം മുന്നോട്ട് പോയാൽ എങ്ങനെയത് ഹരിയെ ബാധിക്കുന്നത്? അതെങ്ങനെ? ഹരി പറഞ്ഞു തുടങ്ങി. ഓഫീസിൽ വെച്ച് അവനെ കണ്ടതും ഉണ്ടായതും പറഞ്ഞതും മുഴുവനും ലച്ചു ഒരു നടുക്കത്തോടെ എല്ലാം കേട്ടിരുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞോ? അതവളെ തളർത്തി. ഒരു സഹോദരി ആ വാക്കുകൾ തളർത്തും, അതും സഹോദരന് അച്ഛനേക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്നവൾ. ഞാനിനി എന്താ ചെയ്യാ? എല്ലാം കഴിഞ്ഞ് അവൾ ചോദിച്ച ചോദ്യം അതാണ്. വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഒക്കെയുള്ള ചോദ്യം. ഹരി അതിന് ഒന്നും മിണ്ടിയില്ല. അവൾ അറിയണം, എല്ലാം അവൾ അറിയണം. എന്നിട്ട് എന്താണെങ്കിലും അവൾ തീരുമാനിക്കട്ടെ. എന്താ എന്റെ തീരുമാനം? ലച്ചു ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം. പെങ്ങൾ കാണിച്ചു തരാൻ പോലും ഒരുക്കമല്ലാത്തവന് ഒരു സഹോദരൻ പെങ്ങളെ കൊടുക്കോ? ഇല്ല. ഹരിയെപ്പോലെയുള്ളവന് ഉറപ്പായും കൊടുക്കില്ല. അതിൽ യാതൊരു സംശയമില്ല. ലച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല. ഹരിയുടെയും ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞു. വീട്ടുകാർ മൊത്തം ഇഴഞ്ഞു നിൽക്കുന്ന ഒരുത്തന്റെ കൂടെ ഒരു ജീവിതം, അതൊരു തരത്തിൽ സാധ്യമാവാത്ത കാര്യമാണ്. ഈ ബന്ധത്തിലേക്ക് കടന്നാൽ പിന്നെ സ്വന്തം കുടുംബത്തെ തന്നെ മറക്കേണ്ടി വരും. അങ്ങനെ അവരെയൊക്കെ മറന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാനും വയ്യ. ലക്ഷ്യപതിയെ ഹരിയുടെ അടുത്തുനിന്നും എഴുന്നേറ്റു. ഹരി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാരും കൂടി അവളെയാണ് സത്യത്തിൽ പരീക്ഷിക്കുന്നതെന്ന് അവൻ അറിയാഞ്ഞിട്ടല്ല. ആങ്ങളെയും പെങ്ങളെയും പരസ്പരം തെറ്റിക്കുന്ന ഒരുത്തന് അവളെ കൊടുക്കാൻ കഴിയണ്ടേ? ലച്ചു, നിന്റെ തീരുമാനം പറഞ്ഞില്ല. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. എന്റെ കുടുംബത്തെ വേണ്ടെന്ന് വെച്ചിട്ടൊന്നും എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടേട്ടാ. സങ്കടമുണ്ട് ആ വാക്കുകളിൽ, ഉണ്ട്, സങ്കടമുണ്ട്. ഹരി അവന്റെ കയ്യിലിരിക്കുന്ന അവളുടെ കയ്യിലേക്ക് നോക്കി. ഉള്ളനടിയിൽ ചുവന്നു കിടക്കുന്ന പേര്, മനോഹരമായ ചുവപ്പിൽ തെളിഞ്ഞു കിടക്കുന്ന ആ പേര് റയാൻഷ്. അതവനെ തന്നെ നോക്കുന്ന പോലെ, തിളങ്ങുന്ന പോലെ. കിച്ചു. ധൃതിപ്പെട്ട് കഴിക്കാൻ നിൽക്കാതെ സ്റ്റെപ്പിറങ്ങി വേഗത്തിൽ പുറത്തേക്ക് നടന്നു പോകുന്നവനെ ശിവശങ്കരൻ പിന്നിൽ നിന്ന് വിളിച്ചു. കയ്യിലുള്ള ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റുമാണ് അവന്റെ വേഷം. ഓഫീസിലേക്കല്ല അവൻ പോകുന്നത്. അവന്റെ വേഷം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. നീ എങ്ങോട്ടാ? പറയാൻ വന്നത് പറയാതെ അദ്ദേഹം അവനോട് ചോദിച്ചു. ഈ സമയം ഓഫീസിലേക്ക് പോകാതെ അവൻ ഇത്ര ധൃതിപ്പെട്ട് എങ്ങോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോണം. ബിസിനസിന്റെ കാര്യം പറയാനാ. അച്ഛൻ വിളിച്ച കാര്യം പറ. റയാൻ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. പറയാൻ വന്നത് പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ? അതിനെന്ന പോലെ ഒന്ന് മൂളിക്കണ്ടവൻ പുരികൻ ചൊളിച്ചു. അവർക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. എന്നിട്ട് അവന്റെ ചോദ്യം കേട്ട് ശിവശങ്കർ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. സങ്കടത്തോടെ നിൽക്കുന്ന സുഭദ്ര. ശിവശങ്കർ നോക്കുന്നത് കണ്ട് റയാൻഷും അവരെ ഒന്ന് നോക്കി. രണ്ടുപേരും കൂടെ ഇതല്ല പറയാൻ വന്നത്, വേറെ എന്തോ ആണെന്ന് ആ നിൽപ്പിൽ നിന്ന് അവന് മനസ്സിലായി. നീ ഒന്ന് അവിടെ പോയി ആ കുട്ടിയോട് സംസാരിച്ചാൽ. ഒരു തവണ ഞാൻ പോയി സംസാരിച്ചതാണ്. ഇനിയും പോയി സംസാരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. പിന്നെ അവളുടെ വീട്ടിൽ നിന്നല്ലേ വിളിച്ചത്. അതൊരു തീരുമാനമായി കണക്കാക്കണ്ട. അവളൊരു തീരുമാനം പറയട്ടെ, അതാണ് അവസാന തീരുമാനം. അതിനിടയിൽ കയറി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് കാര്യമാക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. പിന്നെ അവിടെ നിന്നില്ല. അവൻ പോന്നു നോക്കി ശിവശങ്കറും സുഭദ്രയും പരസ്പരം നോക്കി. അവൻ അവിടെ പോയി ആ കുട്ടിയോട് സംസാരിച്ചോന്നല്ലേ പറഞ്ഞത്? സുഭദ്രയുടെ ചോദ്യത്തിന് ശിവശങ്കർ ഒന്ന് തലകുലുക്കി. ആരും ആ വിവരം അറിഞ്ഞിട്ടില്ല. അവനായി പറഞ്ഞിട്ടില്ല. ലച്ചുവിന്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. നിന്റെ കയ്യിൽ ആ കുട്ടിയുടെ നമ്പറില്ലേ? ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക്. അവിടെ എന്താ നടന്നെന്നും ആ കുട്ടിയുടെ അഭിപ്രായം അറിയാലോ. ശങ്കർ പറയുമ്പോൾ സുഭദ്ര ആലോചനയോടെ തലകുലുക്കി. വിളിക്കണമെന്ന് മുൻപേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരു ടെൻഷൻ, എന്തിനാണെന്നറിയാത്ത ഒരു ടെൻഷൻ. സുഭദ്ര റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് ലക്ഷ്മി എന്ന നമ്പറിൽ അടിച്ചു. എടുക്കുമ്പോൾ എന്നൊരു പേടിയുണ്ട്. വിവാഹത്തിന് മുന്നിൽ 2 തവണ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നമ്പർ അവൾക്ക് അറിയുമെന്നറിയാം. ഇതുവരെ വിളിച്ചതുപോലെയല്ല ഇപ്പോൾ. അവളുടെ വീട്ടുകാർ വിളിച്ച് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിളിക്കുമ്പോൾ ഒരു മടി. അമ്മ ഇന്ന് സ്ക്രീനിൽ കാണുന്ന പേരിലേക്ക് ലച്ചു സങ്കടത്തോടെ നോക്കി നിന്നു. ആ വിളി എന്തിനായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാം. ഇന്നലെ രാത്രി അവളെ തീരുമാനം അവിടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുമെന്നും അവൾക്ക് ഉറപ്പുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും ഈ വിളിയെന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് എടുക്കാനൊരു പ്രയാസം. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ലച്ചു ഫോൺ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചു. സുഭദ്ര ഒന്നും മിണ്ടിയില്ല. ലച്ചു ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഹലോ മോളെ. ഹലോ അമ്മേ. ലച്ചുവും സുഭദ്രയും ഒരുപോലെ പറഞ്ഞു. രണ്ടുപേരുടെ ചുണ്ടിലും ഒരു ചെറു ചിരി പിരിഞ്ഞു. മോള് തിരക്കിലാണോ? ഹേയ് അല്ലമ്മേ, കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വന്നതാ. സുഭദ്രയുടെ ചോദ്യത്തിന് ലച്ചു മറുപടി പറഞ്ഞു. ഹരിയും മാധവനും ഓഫീസിലേക്ക് പോയി.
പിന്നെ ആ വീട്ടിൽ രൂപയും ജോലിക്കാരും മാത്രമാണുള്ളത്. രൂപയുടെ മുന്നിലിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലച്ചു റൂമിൽ കയറിയിരിക്കുന്നത്. ഞാൻ വിളിച്ചത് മോളുടെ അച്ഛൻ വിളിച്ചിരുന്നു. സുഭദ്ര പറഞ്ഞു തുടങ്ങിയതും ലച്ചു ഒന്നും മിണ്ടാതെ നിന്നും. അറിയാം ഈ കാര്യം സംസാരിക്കാൻ തന്നെ ആകും വിളിച്ചതെന്ന്. മോൾ അറിഞ്ഞിരുന്നോ? മോളോട് ചോദിച്ചിട്ടാണോ വിളിച്ചത്? അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് സുഭദ്ര അങ്ങനെ ചോദിച്ചത്. കുറച്ചു നേരം ലച്ചുവിന് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചത്. എന്റെ അഭിപ്രായമാണ് അച്ഛൻ പറഞ്ഞത്. ലച്ചു പതിയെ പറഞ്ഞു. മൂന്നാമതൊരാൾക്ക് ആ ശബ്ദം കേൾക്കില്ല, അത്രയും പതുക്കെയാണ് അവളത് പറഞ്ഞത്. സുഭദ്ര ശരിക്കും ഞെട്ടി. അവൾക്ക് വിളിക്കുമ്പോഴും ആ ചോദ്യം ചോദിക്കുമ്പോഴും ഒരിക്കൽ പോലും അവളുടെ സമ്മതത്തോടെ ആയിരിക്കും അവർ വിളിച്ചിട്ടുണ്ടാവുക എന്നൊരു തോന്നലില്ലായിരുന്നു. അതിൻ്റെ ഒപ്പം അവളുടെ തീരുമാനം മാത്രം നോക്കിയാൽ മതിന്ന് കിച്ചു ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഉള്ളിൽ എവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ തകർന്ന് തരിപ്പണമായി. മോള് ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ? നാളെ ഈ ഒരു തീരുമാനം തെറ്റായിരുന്നോ എന്നൊരു സംശയം പോലും വരാൻ പാടില്ല. ജീവിതത്തെ പാടെ അത് തകർത്ത് കളയും. സുഭദ്ര പറഞ്ഞു തുടങ്ങിയതും ലച്ചു ബെഡിലേക്ക് ഇരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാൻ അവൾക്കൊരു ഉത്തരമില്ല. കാരണം ഒത്തിരിയൊന്നും ആലോചിക്കാതെ ഹരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാത്രം എടുത്ത തീരുമാനമാണ് ഇതെന്ന് അവൾക്ക് തന്നെ അറിയാം. ലക്ഷ്മി. ലച്ചു ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും സുഭദ്ര അവളെ ഒന്ന് വിളിച്ചു. ലച്ചു ഒന്നും മൊളി. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലല്ലേ സംസാരിക്കുള്ളൂ. ഒന്നും പറയാനില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും അവരവരുടെ ജീവിതം തീരുമാനിക്കുന്ന പോലെ ഞാനും തീരുമാനിച്ചു. അതിന്റെ വിധിയൊക്കെ കാലം തെളിയിക്കട്ടെ. അല്ലാതെ ഞാൻ എന്ത് പറയാൻ? എനിക്ക് വയ്യാം. ഇപ്പോഴും എടുത്ത തീരുമാനത്തിൽ അവൾക്കൊരു ഉറപ്പില്ല. പക്ഷെ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവളുടെ തീരുമാനം. മോളുടെ ഇഷ്ടം നിർബന്ധിക്കാൻ ഞാൻ ആരുമല്ല. എന്നാ വെക്കുവാണ്. പെട്ടെന്ന് കേട്ടപ്പം മോളെ വിളിച്ച് ചോദിക്കണമെന്ന് കരുതി, അത്രയുള്ളൂ. ശരി. അതും പറഞ്ഞിട്ട് സുഭദ്ര ഫോൺ വെച്ചു. നിറഞ്ഞ കണ്ണുകൾ അവർ അമർത്തി തുടച്ചു. പിന്നെ എന്തോ ഓർത്തപ്പോലെ ഫോൺ എടുത്ത് കിച്ചു എന്ന നമ്പറിൽ വിളിച്ചു. പറമേ. ഒരു ഹലോ പോലും ഇല്ലാതെ അവൻ പറഞ്ഞു. സുഭദ്ര ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഞാൻ ലക്ഷ്മി വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ തീരുമാനമാണത്രേ അവർ നമ്മളെ അറിയിച്ചത്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലെന്ന്. സുഭദ്ര പറഞ്ഞു നിർത്തി. അനക്കമൊന്നുമില്ല. സുഭദ്ര ചെവിയിൽ നിന്ന് ഫോൺ എടുത്ത് അതിലേക്ക് നോക്കി. കട്ടാക്കിയിട്ടൊന്നുമില്ല. കിച്ചു. കേട്ടു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും അവളുടെ തീരുമാനം പോലെ നടക്കട്ടെ. അമ്മ വെച്ചോ, ഞാനൊത്തിരി തിരക്കില്ല. പറഞ്ഞു കഴിഞ്ഞതും കിച്ചു ഫോൺ ഓഫ് ചെയ്തു വെച്ചു. നിറഞ്ഞ കണ്ണുകളുടെ സുഭദ്ര ബെഡിലേക്കിരുന്നു. ഇതോടുകൂടെ ആ ബന്ധത്തിന് ഒരു തീരുമാനമായെന്ന് അവർക്ക് മനസ്സിലായി. ഉള്ളിലൊരു വേദന. ഒത്തിരി ആശിച്ച മോളെ മരുമകളായി കിട്ടിയിട്ടും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. നല്ലൊരു മോളായിരുന്നു. അവരുടെ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു.